Flowers Academy of Dance, Music and Knowledge. Dr. Draupadi, Bharatanatyam, Francis Xavier, Violin, Kavalam Srikumar, Carnatic Vocal. പഠനം flowersacademy.in എന്ന വെബ്സൈറ്റിലൂടെ മാത്രം. സ്വരസന്ധ്യയിൽ താളമേളലയം ഒരുക്കാനെത്തുന്നു ആദിത്യൻ. വെൽക്കം ആദിത്യൻ ഓൺ സ്റ്റേജ്. രവീന്ദ്രനോ? ഇവൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു കെട്ട് കെട്ടി വരാറുണ്ട്. നീ എന്നും ഇങ്ങനെയാ വരുന്നത്. നീ മിക്കവാറും ഇത് തന്നെയാണല്ലോ വേഷം. അല്ല, ഈ ഡ്രസ് ആദ്യമായിട്ടാണ് ഇത് കെട്ടിയിട്ടുണ്ട്. തലയിലൊരു ചോപ്പ് കെട്ടും ഇതുപോലത്തെ ഒക്കെ ഡ്രസ് ഇട്ടോണ്ട് നീ വന്നിട്ടുണ്ട്. ഏത് പാട്ടാണ്? പെർഫോമൻസ് റൗണ്ടില് ഇന്നീ തീരം തേടും. ഇതൊക്കെ ഉണ്ടല്ലേ? ഉണ്ടോ? ആ കോറിയോഗ്രാഫി ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ഉണ്ടോന്നറിയില്ല. തീരം തേടും നീയല്ലേ കളിക്കുന്നത്? ഇന്നീ തീരം തേടും കരയുടെ പാട്ടിൻ കുത്തില്ലെങ്കിൽ ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ ഇന്നീ തീരം പഴയ സ്റ്റെപ്പുകളൊക്കെ കൊണ്ടിറക്കണം കേട്ടോ. അപ്പൊ എല്ലാരും വിളിച്ച് പാട്ട് തുടങ്ങിക്കോ. അതെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Ready, silence, please. Ready, take. Sush, ready? Ready, position, ready? Roll, please. Action, music. ഇന്നീ തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിൽ ഉണർന്നു മദാലസയായി. ഇന്നീ പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരൂ മോഹിനിവിടെ. ഇന്നീ തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിൽ ഉണർന്നു മദാലസയായി. ഇന്നീ പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരൂ മോഹിനിവിടെ. മൃതഭാവനകൾ നവചേതനയിൽ ചിറകുവിടർത്തട്ടെ. മൃതഭാവനകൾ നവചേതനയിൽ ചിറകുവിടർത്തട്ടെ. നിന്മത നൃത്തം കണ്ടിട്ടിവിടെ ജീവിതമൊഴുകട്ടെ. നിന്മത നൃത്തം കണ്ടിട്ടിവിടെ ജീവിതമൊഴുകട്ടെ. കാമിനി തുടരൂ മാരക നർത്തനം. ഇന്നീ തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിൽ ഉണർന്നു മദാലസയായി. നർത്തനം തുടരൂ മോഹിനിവിടെ. ജഡമോഹങ്ങൾ നാദമയൂര പീലി വിടർത്തട്ടെ. ജഡമോഹങ്ങൾ നാദമയൂര പീലി വിടർത്തട്ടെ. നിന്റെ നൃത്തം കണ്ടു ഭ്രമിക്കും രാവുകൾ പുലരട്ടെ. നിന്റെ നൃത്തം കണ്ടു ഭ്രമിക്കും രാവുകൾ പുലരട്ടെ. രാഗിണി വിടരൂ കന്മദ പുഷ്പമാ.
ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിനുണർന്നു മതാലസയായി ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരൂ മോഹിനി ഇവിടെ ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിനുണർന്നു മതാലസയായി ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരൂ മോഹിനി ഇവിടെ. ശങ്കര, എന്തോ ഇന്നത്തെ പേര് ഇവന്റെ ശങ്കരൻ. ശങ്കരൻ. ശിവശങ്കരൻ എന്നാണ് ഇട്ടേ. ശിവശങ്കരൻ നല്ല പേര്. ശിവശങ്കര, നീ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. പേര് മാറ്റണോ? കുഴപ്പമില്ല, നല്ല പേരാ. നല്ല പേരാ. ശിവശങ്കരൻ എന്നുള്ള നല്ല പേരല്ലേ? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയാണല്ലേ. എന്തായാലും ശിവശങ്കരൻ ഇന്ന് നല്ല പേര്. അടിച്ച് പൊളിച്ചു. നല്ലൊരു ഐഡിയ. നന്നായിട്ട് പാടി. ഈ പാട്ട് ആരാ സെലക്ട് ചെയ്തേ? അച്ഛൻ തന്നെ സെലക്ട്. അച്ഛൻ ഈ പാട്ടൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്, മോന് കൊടുക്കുന്നത്, ഡിസ്കോ പാട്ട്. പക്ഷെ ഒരു രസമുണ്ട്. കാരണം കുറെ നാളിന് ശേഷം കേട്ടപ്പോൾ ഈ പാട്ടിനൊരു രസമുണ്ട്. നമ്മള് കേട്ട് മറന്നു കിടക്കല്ലേ ഈ പാട്ടുകളൊക്കെ. ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ, അത് നല്ല അതിനകത്ത് അതെന്താ വരുന്നത് ഒരു സാധനം. ആക്ച്വലി അതിൽ പാട്ടിലില്ല, ഞാൻ വെറുതെ ഒരു അത് പക്ഷെ അത് ഭയങ്കര എഫക്റ്റീവ് വരുന്നത്. ഒന്ന് വായിച്ചത്. ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിലുണർന്നു മതാലസയായി ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരൂ മോഹിനി ഇവിടെ. അതെ, ഭയങ്കര സ്വാദം. കാരണം ഇറ്റ് ബ്രിങ്സ് ലോട്ട് ഓഫ് എനർജി ആൻഡ് എന്താണ് ഒരു സോൾ ഒരു സംഭവം അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്, ആ പാട്ടിനകത്ത് കൊണ്ടുവരുന്നു. പിന്നെ മോൻ പാടിയില് എല്ലാം നന്നായിട്ട് വന്നു. ചരണത്തിന്റെ ഫസ്റ്റ് ലൈൻ ഇത്തിരി ശ്രുതി പോയി, അതൊന്ന് പാടാം. ജഡമോഹങ്ങൾ നാദമയൂര പീലി വിടർത്തട്ടെ ജഡമോഹങ്ങൾ നാദമയൂര പീലി വിടർത്തട്ടെ നിൻരതി നൃത്തം കണ്ടു ഭ്രമിക്കും രാവുകൾ പുലരട്ടെ. ആ ഒരു പോർഷനാണ് ശ്രുതി പോയി. ബാക്കിയെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ബാക്കിയെല്ലാം ശ്രുതിയിലായിരുന്നു. അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് ദ സോങ് നേരത്തെ അച്ഛൻ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞെങ്കിലും കൊള്ളാം, നല്ല സെലക്ഷനാണ്. കാരണം നിന്റെ ശബ്ദത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പാട്ടെടുത്തല്ലോ അല്ലേ മീനുട്ടി? മീനുട്ടി കുറെ നേരമായിട്ട് മിണ്ടാതെ നിൽക്കുകയല്ലേ? ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ല കേട്ടാ. അല്ല മീനുട്ടി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചേ. ആരാടാ മ്യൂസിക് ഡയറക്ട് ചെയ്തത്? ഉണ്ടോ? പേടിപ്പിക്കണം. ആരാടാ മ്യൂസിക് അങ്ങനെ ചോദിച്ചാലേ അവൻ പറയുള്ളൂ. നമ്മൾ അങ്ങനെ ചോദിക്കും. ആരാടാ മ്യൂസിക് ഡയറക്ട് ചെയ്തത്? മ്യൂസിക് ഡയറക്ടർ ശങ്കർ ദിനേശ് സാർ. ദിനേശ ശങ്കർ ദിനേശോ? കണ്ടോ അല്ലേ? മോനെ ദിനേശ അതല്ലാട്ടാ, ആരാ മ്യൂസിക്? ശങ്കർ ഗണേശടാ. ഗണേഷ്. ആരെഴുതി? ഏറ്റുമാനൂർ ശ്രീകുമാർ സാർ. ആരാ പാടികള്? സാർ. ഏതാടാ സിനിമ? പ്രഭു സിനിമ. വർഷം ഏതാടാ വർഷം? 1979. നിന്നെ പേടിപ്പിച്ചാലേ നീ പറയുള്ളൂ എന്നാണ് പറഞ്ഞത്, ശരിയാണോ? സത്യമാണ്. അവൻ പാവാണ്, കണ്ടാലേ അറിയില്ലേ മോനെ. നീ പാവല്ലേടാ? കുഴപ്പമില്ല, നീ വെറും പാവല്ലേ? സ്റ്റേജിൽ കയറുമ്പോ മാത്രം. സത്യം പറയും, നല്ല കുട്ടിയാണ്. നല്ലൊരു കൈ കൊടുത്ത ആ ഒരു സത്യത്തിന്. സ്റ്റേജിൽ കയറുമ്പോ പാടുമ്പോ മാത്രം അവൻ പാവമാണ്. ജഡ്ജസിന്റെ മുമ്പിൽ അവൻ പഞ്ചപുച്ചോടൊക്കെ ഇരിക്കുന്ന പഞ്ചപാവമാണ്. അത് കഴിഞ്ഞ പിന്നെ അവന്റെ ഒരു സംഭവം ഉണ്ട്. ഇവിടുന്ന് ഇറങ്ങിയ അസറ്റ് ഹോമിൽ ചെന്ന് കഴിഞ്ഞാൽ തുടങ്ങും. ഈ ഡോർ കഴിഞ്ഞാൽ മതി. അവിടെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ അങ്ങോട്ട് ഇവന്റെ ഈ കെട്ടൊക്കെ ഊരി കളഞ്ഞിട്ട് വലിയ കോളറും. അല്ല. ഓ കണ്ടോ? അല്ല. അപ്പൊ ഈ കേൾക്കുന്നവരെന്തോ വിചാരിക്കും, ഓ ഈ ജഡ്ജസ് എന്തുമാത്രം ഈ കൊച്ചു കുഞ്ഞിനെ എടുത്തിട്ട് കുടയുന്നു. ഏതായാലും പാട്ട് കലക്കി തന്നായിരുന്നു കേട്ടോ മോനെ. ഓൾ ദി ബെസ്റ്റ്. ആഹാ, ഒരു കൈയടി. താങ്ക് യു സർ. കാലക്ക് കപ്പയിട്ട് വേറെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ സൂപ്പറാക്കി എന്ന് പറയാം. നീ അല്ലേടാ, നീ പിന്നെ സൂപ്പർ അല്ലാതെ പിന്നെ എങ്ങനെയാ നീ പാടുന്നത്? ഇവിടെ മാർക്ക് എത്ര ആയിരിക്കും ഇവിടെ? അതെന്ന് പറഞ്ഞാൽ 83.73895% മാർക്സാണ്. 83% മാർക്ക് വാങ്ങിച്ച ഒരു മഹാപ്രതിഭയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. മൃതഭാവനകൾ നവചേതനയിൽ
ചിറകുവിടർത്തട്ടെ. മൃതഭാവനകൾ നവചേതനയിൽ ചിറകുവിടർത്തട്ടെ. നിന്മത നൃത്തം കണ്ടിട്ടിവിടെ ജീവിതമൊഴുകട്ടെ. നിന്മത നൃത്തം കണ്ടിട്ടിവിടെ ജീവിതമൊഴുകട്ടെ. കാമിനി തുടരൂ മാതക നർത്തനം. എനിക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു. ജഡമോഹിനി എന്നുള്ള ഒരു എന്താണ് ജഡമോഹങ്ങൾ, മോഹിനിയല്ല ജഡമോഹങ്ങൾ. അവിടെ മാത്രം ജസ്റ്റ് എന്തോ ഇങ്ങനെ ശ്രുതി ചേരാത്ത പോലെ തോന്നി. ഇതിനകത്ത് പിന്നെ കൂടുതൽ ശ്രുതി ചേർത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. നീ അത് കൊണ്ടുവന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. കുത്തുന്ന അത് നന്നായിരുന്നു ആദിത്യ. അപ്പൊ സൂപ്പറാക്കുക, സൂപ്പറാക്കിക്കൊണ്ടേ ഇരിക്കുക. നിന്നെപ്പറ്റി നമുക്ക് വളരെ വലിയ ഹോപ്സ് ആണുള്ളത്, ചെറുതല്ല, വളരെ വലിയ ഹോപ്സ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കുക, അതനുസരിച്ച് വർക്ക് ചെയ്യുക. സെമി ഫൈനലാണ്, ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഫൈനലിൽ ടക്കട എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറണം, എന്നിട്ട് അടിച്ചു പൊളിക്കണം. ഓക്കെ, മോനെ ആദിത്യൻ എന്തോ കലക്കി ഉഗ്രൻ. നല്ല മോന് പറ്റിയൊരു പാട്ടാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നത്. ഇങ്ങനെ ഈ ഒരു പെർഫോമൻസിന് പറ്റിയ പാട്ട്. ശബ്ദത്തിന് എന്ത് പറ്റി? പല്ലവിയിൽ ഇല്ല, ചെറിയൊരു അടപ്പ് പോലെ ഉണ്ട്. ശബ്ദത്തിന് ഒരു ക്രാക്ക് പോലെ തോന്നിയായിരുന്നു. ലാസ്റ്റ് പല്ലവിയിൽ ഉണ്ടായിരുന്നു, ഫസ്റ്റ് പല്ലവിയിൽ ശബ്ദം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. മോഹിനി എന്നുള്ളടത്ത് സെക്കൻഡ് പല്ലവിയിൽ, ലാസ്റ്റ് പല്ലവിയിൽ നർത്തനം തുടരൂ മുതലുണ്ടായിരുന്നു പ്രശ്നം. ജസ്റ്റ് പല്ലവി ഒന്ന് കേൾക്കാൻ വേണ്ടി ഒന്ന് പാടാം. ഇന്നീ തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിൽ ഉണർന്നു മദാലസയായി. ഇന്നീ പ്രേമം പൂക്കും മുകിലിന്മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരൂ മോഹിനി വിടെ. ഇപ്പൊ ശരിയായി. ഓക്കെ, അപ്പൊ എന്തായാലും കലക്കി, നന്നായി. ഓൾ ദി ബെസ്റ്റ്. ഈ ശബ്ദത്തിന്റെ മാറ്റത്തിന്റെ സമയത്തും ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി ഇത്രയും നന്നായിട്ട് സൂപ്പറായിട്ട് പാടിയതിന് നമ്മള് നമ്മുടെ ആദിത്യ കുമാരന് we are going to award you a extreme today. നീ എന്തോ വിചാരിച്ചു? ഓ, ഇതൊക്കെ എത്ര കണ്ടതാ. സത്യം പറ, നീ അങ്ങനെ പിന്നെ എക്സ്ട്രീം. അയാളുടെ ഒരു എക്സ്ട്രീം. ഇനി പൂക്കുറ്റി ആ പാട്ടി ഒരു ശിവശങ്കര പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ എക്സ്ട്രീം. Bye bye bye.